നമസ്കാരം. ഇന്ന് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഇൻസുലേറ്റർ. ചാർജിനെ സ്റ്റോർ ചെയ്യാനാണ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുക. ഈ രണ്ട് കണ്ടക്ടേഴ്സ് ഒരു ചെറിയ സെപ്പറേഷനിൽ വെക്കുക. ഇങ്ങനെ സെപ്പറേഷനിൽ വെക്കുമ്പോഴാണ് ഇതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യുക. ഒരു കപ്പാസിറ്റർ ഒരു ബാറ്ററിനോട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും മറ്റേ പ്ലേറ്റിൽ സെയിം നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഈ പോസിറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് വി എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൽ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും. അപ്പോൾ ഫലത്തിൽ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൂടുന്നത്. ചാർജ് ഇസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് ഇടാം. കോൺസ്റ്റന്റ് ഇൻറ്റു വി. ഈ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി എന്നാണ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. കപ്പാസിറ്റൻസ് കൂടിയതിന് കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതായത് ഒരു കപ്പാസിറ്ററിൽ എത്ര ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്നത് ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആയിരിക്കും. കപ്പാസിറ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് ക്യൂ ഡിവൈഡഡ് ബൈ വി. ഇതൊന്ന് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് നമുക്ക് പറയാം. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളംബ്, വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി. അതായത് കൂളം വി റൈസ് ടു -1. ഈ കൂളം വി റൈസ് ടു -1 എന്നതിനെ ഫാരഡ് എന്ന് വിളിക്കും. ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് എന്നാണ് കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റായിട്ട് അറിയപ്പെടുന്നത്. ഫാരഡ് എന്നല്ല, ഫാരഡ്. ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FARAD. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ഒരു ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ യൂണിറ്റാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റേഴ്സിൻ്റെ ഒക്കെ കപ്പാസിറ്റൻസ് പൈക്കോ ഫാരഡ് അല്ലെങ്കിൽ നാനോ ഫാരഡ് അല്ലെങ്കിൽ മൈക്രോ ഫാരഡ് ആ രീതിയിലായിരിക്കും സാധാരണ കപ്പാസിറ്റേഴ്സിൻ്റെ യൂണിറ്റ്. നമുക്ക് വ്യത്യസ്ത വാല്യൂകളുള്ള കപ്പാസിറ്റേഴ്സിനെ, സാധാരണ ഉപയോഗിക്കുന്ന കപ്പാസിറ്റേഴ്സുകളെ ഒന്ന് നമുക്ക് കാണാം. ഇത് സെറാമിക് കപ്പാസിറ്റേഴ്സാണ്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സാണ്. പല വാല്യുള്ള കപ്പാസിറ്റേഴ്സാണിത്. ഒരു പൈക്കോ ഫാരഡ് മുതൽ ഏകദേശം ഈ ബോർഡിൽ കാണുന്നത് ഒരു 4700 മൈക്രോ ഫാരഡ് വരെയൊക്കെയുള്ള കപ്പാസിറ്റേഴ്സ് ഇതിലുണ്ട്. ഈ കപ്പാസിറ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതി, അതിന് പല വാല്യൂകൾ കൊടുക്കുന്ന രീതി, E6 സീരീസ് ഉണ്ട്, അതേപോലെ E12 സീരീസ് ഉണ്ട്, E24 സീരീസ് ഉണ്ട്, E48, അങ്ങനെ പല മോഡലുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 10 പൈക്കോ ഫാരഡിൻ്റെയും 100 പൈക്കോ ഫാരഡിൻ്റെയും ഇടയിൽ നമ്മളിതിനെ 1, 2, 3, 4, 5, 6 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 6 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് E6 സീരീസ്. ഇനി 10ൻ്റെയും 100ൻ്റെയും ഇടയിൽ 12 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ E12 സീരീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ E24 സീരീസ് ഉണ്ട്, അങ്ങനെ പല സീരീസുകളുണ്ട്. ഈ 6 സീരീസിൽ 6 ഭാഗങ്ങളായിട്ട് മാറ്റുമ്പോൾ പിന്നെ 10 കഴിഞ്ഞാൽ 15, 22, 33, 47, 68 അങ്ങനെയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യും. ഇതൊക്കെ പൈക്കോ ഫാരഡിലാണ്. അത് കഴിഞ്ഞാൽ 100, 100ന് അതേപോലെ തന്നെ 150, 220, 330, 470, 680. അത് കഴിഞ്ഞാൽ 1000 പൈക്കോ ഫാരഡ് വരും. 1000 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാനോ ഫാരഡാണ്. അപ്പോൾ പൈക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻12 നെയാണ് പൈക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻12 ഫാരഡ്. അതായത് ഒരു ഫാരഡിനെ അടിയിൽ ഒന്നിട്ടിട്ട് 12 പൂജ്യം ഇടും. അപ്പോൾ നമുക്ക്
10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10,000 കോടി, ലക്ഷം കോടി. ഒരു ഫാരഡിനെ 1,00,000 കോടി ഭാഗമാക്കിയിട്ട് അതിലത്തെ ഒരു ഭാഗത്തിനെയാണ് ഒരു പൈക്കോ ഫാരഡ് എന്ന് പറയാം. അങ്ങനെ 1000 പൈക്കോ ഫാരഡ് കൂടുമ്പോഴാണ് ഒരു നാനോ ഫാരഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു നാനോ ഫാരഡിനെ നമുക്ക് 1.5 നാനോ ഫാരഡ്, 2.2 നാനോ ഫാരഡ്, 3.3 നാനോ ഫാരഡ്, 4.7 നാനോ ഫാരഡ്, 6.8 നാനോ ഫാരഡ് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത വാല്യൂ വരുന്നത് 6.8 കഴിഞ്ഞാൽ പിന്നെ 10 നാനോ ഫാരഡ്. 10 നാനോ ഫാരഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 15, 22, അതായത് 2.2ൻ്റെ 10 മടങ്ങ് 22, 33, 47, 68. അത് കഴിഞ്ഞാൽ 100 നാനോ ഫാരഡ്. അത് ഇതേ ഓർഡറിൽ തന്നെ, 150, 220, 330, 470, 650 അതേ ഓർഡറിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ നമ്മൾ 100 നാനോ ഫാരഡാണ്. അത് കഴിഞ്ഞ് 1000 നാനോ ഫാരഡിനെ പറയുന്ന പേരാണ് ഒരു മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത്. ഫാരഡിൻ്റെ വളരെ ചെറിയ യൂണിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു മൈക്രോ ഫാരഡ്. ഇത് കഴിഞ്ഞ് ചിലത് നമുക്ക് കിട്ടിയിട്ടില്ല, അതൊരു കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1.1 നാനോ ഫാരഡ് കഴിഞ്ഞ് ഒരു മൈക്രോ ഫാരഡ് കഴിഞ്ഞാൽ 1.5, 2.2 മൈക്രോ ഫാരഡ് ഇതേ ഓർഡറിൽ തന്നെ, 3.3, 4.7, 6.8. അത് കഴിഞ്ഞാൽ 10 മൈക്രോ ഫാരഡ്, 15, 22, 33, 47, 68. അത് കഴിഞ്ഞാൽ 100 മൈക്രോ ഫാരഡ്. അത് കഴിഞ്ഞാൽ 1000 മൈക്രോ ഫാരഡ്. 1000 മൈക്രോ ഫാരഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു മില്ലി ഫാരഡ് എന്ന് പറയുന്നത്. പിന്നെ ഫാരഡിൻ്റെ ഓർഡറിലൊക്കെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഈ കാണുന്നത് ഇതൊരു സൂപ്പർ കപ്പാസിറ്ററാണ്. ഈ സൂപ്പർ കപ്പാസിറ്റർ 1 ഫാരഡാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഫാരഡാണ്. ഇതൊന്നും കൂടി കൂടിയ കപ്പാസിറ്റേഴ്സാണ്. ഏകദേശം ഇവിടെ 100 ഫാരഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് 500 ഫാരഡ് വരെ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. 500 ഫാരഡ് കപ്പാസിറ്റൻസ്, വളരെയധികം ചാർജിൽ നമുക്ക് ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ചാർജുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി ഉപയോഗിച്ചത് ലൈഡൻ ജാറാണ്. ഈ ലൈഡൻ ജാർ അതിൻ്റെ ഒരു മോഡലാണ്. എങ്ങനെയാണ് ലൈഡൻ ജാറിൻ്റെ കൺസ്ട്രക്ഷനെന്നും പ്രവർത്തനമെന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതാണ് ലൈഡൻ ജാർ. ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ പുറത്ത് ഒരു മെറ്റാലിക് കോട്ടിംഗ് ഉണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇതൊരു മെറ്റാലിക് കണക്ഷൻ ഈ പ്ലാസ്റ്റിക് റോഡിന് സെൻട്രലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. പാത്രത്തിൽ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൾട്ട് വാട്ടറാണ് നമുക്ക് ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കലക്കാം. കണ്ടക്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് സാൾട്ട് വാട്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഈ സാൾട്ട് വാട്ടറും ഇവിടെ പുറത്തുള്ള മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ അവിടെ വന്നിട്ടുണ്ട്. ഒരു കപ്പാസിറ്റർ മോഡൽ ആക്ട് ചെയ്യും. ഇനി ഈ ഭാഗം, ഈ മെറ്റാലിക് സർഫസ് ഇത് എർത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാം. നമുക്കൊരു പ്ലാസ്റ്റിക് റോഡ് റബ്ബ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ കണ്ടക്ടർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈ വോൾട്ടേജ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്തു. ഇതിൽ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി യെസ്, ബൾബ് കത്തി. ഇനി ഈ ലൈഡൻ ജാറിൻ്റെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ടാണ് കപ്പാസിറ്റേഴ്സ് നിലവിൽ വരുന്നത്. കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കണ്ടക്ടേഴ്സ്, ആ 2 കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ വെക്കുമ്പോഴാണ് നമുക്ക് കപ്പാസിറ്റർ ലഭിക്കുക. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ 2 വശത്ത് ഇവിടെയും അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു, ഈ ഭാഗത്തും അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു. അപ്പോൾ ഇതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇതിലൊന്നും നമുക്ക് ചാർജ് ചെയ്യാം. എന്നിട്ട് ആ ചാർജ് അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ കപ്പാസിറ്ററിനെ നമ്മൾ നിർമ്മിച്ച ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയാണ്. ഇവിടെ പുറത്ത് പോസിറ്റീവ് ചാർജ് കൊടുക്കാം. ഇത് എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളിലത്തെ പ്ലേറ്റ് ആൾറെഡി എർത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന് ചാർജ് കൊടുക്കുകയാണ്. ചാർജ് ചെയ്തു. ഇനി അത് നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ബൾബ്, ഈ നിയോൺ ബൾബ് നമുക്കിതിനൊന്ന് ടച്ച് ചെയ്ത് നോക്കാം.
കാരണം അതിൻ്റെ നിയോ ബൾബിൻ്റെ മറ്റേ എൻ്റെ ആൾറെഡി എർത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ടച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ചാർജ് ഇതിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. യെസ്, കത്തുന്നുണ്ട്. ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്ത ചാർജാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇനി എങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇതിൽ എഴുതിയിട്ടുണ്ട്. 330 മൈക്രോ ഫാരഡ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ ഇതിൻ്റെ പറയുന്ന പേര് ESR മീറ്റർ എന്നാണ്. ഇപ്പം യെസ്, ഇതിൻ്റെ വാല്യൂ കപ്പാസിറ്ററിൻ്റെ സിമ്പൽ അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ 333 മൈക്രോ ഫാരഡ് എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് LCR മീറ്ററാണ്. ഈ LCR മീറ്ററിൽ ഇതിൻ്റെ വാല്യൂ നമ്മൾ നോക്കുന്നത് ഈ പ്ലസിൻ്റെയും മൈനസിൻ്റെയും ഇടയിൽ ഇത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് 316 മൈക്രോ ഫാരഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി എക്സ്പൈസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ നോക്കാം. എക്സ്പൈസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഉടനെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. എന്നാലും കപ്പാസിറ്റൻസ് മെഷർ മാത്രം നമുക്കിതിൽ നോക്കാം. കപ്പാസിറ്റൻസ് IN1 അതേപോലെ ഈ ഗ്രൗണ്ടിന് ക്രോസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. മെഷർ കപ്പാസിറ്റൻസ് IN1 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ്, നമുക്ക് 2 മൈക്രോ ഫാരഡ് എന്ന് നമുക്ക് ലഭിച്ചു. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ നമുക്ക് എക്സ്പൈസ് ഉപയോഗിക്കാം. ഒരു കപ്പാസിറ്ററിൽ എത്ര വരെ ചാർജ് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ പ്രകാരം ചാർജ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലേറ്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വേറെ രീതി പറയുകയാണെങ്കിൽ ഈ പ്ലേറ്റിൽ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടി വരും. നമുക്കറിയാം ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ആ ഇലക്ട്രിക് ഫീൽഡിലാണ് ഡൈഇലക്ട്രിക് ഇരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ബ്രേക്ക് ഡൗൺ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, പിന്നെ ചാർജ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ചാർജ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരു കപ്പാസിറ്റർ അല്ലാതെയായി മാറും. ഓരോ ഡൈഇലക്ട്രിക്കിനും അതിന് എത്ര ഇലക്ട്രിക് ഫീൽഡ് വരെ ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ള ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ പറയുന്ന പേരാണ് ആ ഡൈഇലക്ട്രിക്കിൻ്റെ സ്ട്രെങ്ത്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എയറിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ എന്നാണ്. വോൾട്ട് പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണല്ലോ. അതായത് 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ എത്തുന്നത് വരെ എയറിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല, ഡൈഇലക്ട്രിക് ആയിട്ട് തന്നെ തുടരും. അതിനേക്കാൾ ഇലക്ട്രിക് ഫീൽഡ് കൂടിയിട്ടുണ്ടെങ്കിൽ എയർ ഡിസ്ചാർജ് സംഭവിക്കും. നമുക്ക് ഇടിമിന്നൽ അറിയാലോ. ഇടിമിന്നലിൽ രണ്ട് മേഘങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ മേഘത്തിൻ്റെ ഭൂമിയുടെയും ഇടയിൽ എയറായിരുന്നു. ഈ മേഘത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ എയറിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലായിരിക്കുന്ന സമയത്താണ് അവിടെ ഡിസ്ചാർജ് സംഭവിച്ചത്. നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് നോക്കാം. ഒരു രണ്ട് കണ്ടക്ടറിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. നമുക്കറിയാം വോൾട്ടേജും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം V = E × D എന്നാണ്. കോൺസ്റ്റന്റ് പൊട്ടൻഷ്യലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂട്ടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയും, ഡിസ്റ്റൻസ് കുറക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. ഈ രണ്ട് പ്ലേറ്റുകളിൽ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും. ഇത് തമ്മിൽ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. ആ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടുന്നതിന്, ഇത് എയറാണ്, ഡിസ്റ്റൻസ് കുറക്കുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടി വരും. അപ്പോഴൊന്നും എയറിൽ ഡിസ്ചാർജ് സംഭവിക്കുന്നില്ല. അങ്ങനെ ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ അവിടെ ഡിസ്ചാർജ് സംഭവിച്ചു. ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 3 × 10⁻⁶
വോൾട്ട് പെർ മീറ്ററിനേക്കാൾ കൂടിയത് കൊണ്ടാണ് അവിടെ ഡിസ്ചാർജ് സംഭവിച്ചത്. അതേ ഇപ്പോൾ എയറിൽ ഡിസ്ചാർജ് സംഭവിക്കുന്ന അതേ ഡിസ്റ്റൻസിൽ അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചൊന്ന് കരുതുക, അക്ലിക്കോ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഡിസ്ചാർജ് സംഭവിക്കില്ല. കാരണം എന്താ, ആ ഗ്ലാസിൻ്റെ ഇടയിൽ വെക്കുന്ന ആ മെറ്റീരിയലിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് എയറിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല, ഡിസ്ചാർജ് സംഭവിക്കില്ല. നമുക്കത് നോക്കി നോക്കാം. ഈ രണ്ട് കണ്ടക്ടറിന് അക്രോസ് ആയിട്ടും ഇത് പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുകയാണ്, അത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിരിക്കുക. ഇനി ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം V = E × D ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഈ എയറിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാവുന്ന സമയത്ത് അവിടെ ആ എയർ ഡിസ്ചാർജ് ചെയ്യും. ആ ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് അതിൽ ഡിസ്ചാർജ് സംഭവിക്കും. ഞാൻ ആ ഡിസ്റ്റൻസ് കുറക്കാണ്, ഡിസ്റ്റൻസ് കുറച്ച് ഇപ്പോഴൊക്കെ അവിടെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂയിലേക്ക് എത്തിയിട്ടില്ല. യെസ്, ഇപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡൈലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടുമ്പോഴാണ് അവിടെ ഡിസ്ചാർജ് സംഭവിച്ചത്. ഇനി ഈ എയറിന് പകരം അവിടെ വേറെ ഏതെങ്കിലും ഡൈലക്ട്രിക് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അക്രിലിക് ഷീറ്റാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് ഏകദേശം ഈ ഡിസ്റ്റൻസ് ആകുമ്പോൾ തന്നെ ഡിസ്ചാർജ് നടന്നിരുന്നു. ഈ ഡൈലക്ട്രിക് വെക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ അവിടെ ഡിസ്ചാർജ് സംഭവിക്കുന്നില്ല. കാരണം അക്രിലിക്കിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് കൂടുതലാണ്, എയറിനേക്കാൾ കൂടുതലാണ്. അതേ ഡിസ്റ്റൻസിൽ എയർ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട്. ഇന്ന് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചും കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്റ്റോർ ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് എന്നാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുക. താങ്ക് യു.